ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 1-2 PYQs മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഇഫ് എ മാൻ വേർ ടു സെൽ ഹിസ് ചെയർ ഫോർ ₹720 ഹി വുഡ് ലോസ് 25%. ടു ഗെയിൻ 25% ഹി ഷുഡ് സെൽ ഇറ്റ് ഫോർ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി ചെയർ വിൽക്കുന്നത് 720 രൂപയ്ക്കാണ്. അങ്ങനെ വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു? നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആ നഷ്ടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചെയർ 720 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉള്ള നഷ്ടം തന്നിട്ടുണ്ട് 25%. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 25% ലാഭം ലഭിക്കണമെങ്കിൽ നമ്മൾ ആ ചെയർ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 720 രൂപയ്ക്ക് ആ ഒരു ചെയർ വിൽക്കുന്നു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്? കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വിലയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 720 രൂപ വിറ്റ വിലയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ല. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചു. എക്സിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? 720 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാങ്ങിയ വിലയുടെ 25% നഷ്ടം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 100-ൽ നിന്നും 25 പോയി കഴിഞ്ഞാൽ ബാക്കി 75%. ആ 75% എന്ന് പറയുന്നത് എന്തായിരിക്കും? 720 ആണ്. അതാണ് ഇവിടെ പറഞ്ഞതിനർത്ഥം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കോസ്റ്റ് പ്രൈസ് നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചു. 720 രൂപയ്ക്ക് വിറ്റപ്പോൾ നഷ്ടം 25% എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിയ വിലയുടെ ബാക്കി 75% നമുക്ക് കിട്ടിയ 720 എന്ന് പറയുന്നത്. അപ്പോൾ വാങ്ങിയ വിലയായിട്ടുള്ള എക്സ് നമുക്ക് ഇതിൽ നിന്നും കാണാം. എക്സ് എന്ന് പറയുന്നത് 720 ഇൻറ്റു ഈ ഒരു വാല്യൂ അപ്പുറത്തോട്ട് പോകുമ്പോൾ നേരെ തിരിയും അല്ലേ? അപ്പോൾ 100/75 എന്നാവും. ഇനി നമുക്കിതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. 25-ൽ 100 4 തവണ പോവും. 75-ൽ 25 3 തവണ പോവും. ഇനി 720-ൽ 3 എത്ര തവണ പോവും? 7-ൽ 2 തവണ പോവും അല്ലേ? ബാലൻസ് ഒന്നുണ്ട് 12. 12-ൽ 4 3 12 ആണ്. 4 തവണ പോവും. 0. 240 × 4 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 × 0 0, 4 4 16, ബാലൻസ് 1, 4 2 8 1 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വില എന്ന് പറയുന്നത് 960 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 25% ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചെയർ ഇനി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 760 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? 25% ലാഭം കിട്ടണം. അതായത് എന്താണ്? ഈ 960-ൻ്റെ 125% കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25% ലാഭത്തിന് നമുക്ക് വിൽക്കാൻ പറ്റും. അതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 960-ൻ്റെ 125%-നാണ് വിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 0 0 ക്യാൻസൽ ചെയ്യാം. 10-ൽ 5 2 തവണ, 125-ൽ 5 2 5 25 തവണ. ഇനി നമുക്ക് 96-ൽ 2 ക്യാൻസൽ ചെയ്യാം. 4 2 8, 2 16. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 48 × 25 എന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 48 × 25 ചെയ്യുമ്പോൾ 8 40, ബാലൻസ് 4 ഉണ്ട്. 4 20, 4 24. ഇനി 2 16, ബാലൻസ് 1 ഉണ്ട്. 4 2 8, 1 9. അപ്പോൾ 0 6 4 10, 9 2 11, 1 12. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1200 രൂപയാണ്. അതായത് 25% ലാഭം ലഭിക്കണമെങ്കിൽ ഇനി 1200 രൂപയ്ക്കാണ് ആ ഒരു ചെയർ അയാൾ വിൽക്കേണ്ടത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സം ഓഫ് 51 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇഫ് ദ മിഡിൽ ടേം ഈസ് 212 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് 51 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് കാണണം. അവയുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 212 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമ്മാണ് കാണേണ്ടത്. എത്ര എണ്ണത്തിൻ്റെ? 51 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ മിഡിൽ ടേം എത്ര തന്നിട്ടുണ്ട്? 212 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2, 4, 6, 8 അങ്ങനെ എക്സ്ട്രാ അങ്ങനെ പോവും അല്ലേ? അതായത് അവയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മിഡിൽ ടേം 212 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 51 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സാണ്. മിഡിൽ ടേം 212 തന്നിട്ടുണ്ട്. നമുക്കറിയാം സംഖ്യകൾ തന്നിട്ട് അവയുടെ മിഡിൽ ടേം എന്ന് തന്നു കഴിഞ്ഞാൽ അതെന്താണ്? ആവറേജ് ആണ്. അതായത് കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്, അവയുടെ മിഡിൽ ടേം എന്ന് തന്നു കഴിഞ്ഞാൽ അതെന്താണ്? ആവറേജ് ആണ്. ഇവിടെ മിഡിൽ ടേം 212 ആണ്. എണ്ണം എന്ന് പറയുന്നത് 51 തന്നിട്ടുണ്ട്. അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ആണ്. അതായത് പൊതുവ്യത്യാസം ഇവിടെ 2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 212 ആണ്. അതായത് ആ 51 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കിട്ടുന്ന തുകയെ 51 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് കിട്ടും. അതാണ് അതിൻ്റെ മിഡിൽ ടേം എന്ന് നമ്മൾ ആവറേജ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ടേം 212 തന്നു കഴിഞ്ഞാലായി. അതിൻ്റെ അർത്ഥം എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് 212 ആണ്. എൻ എന്ന് പറയുന്നത് 51 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ടോട്ടൽ വാല്യൂ കാണാമല്ലോ. അപ്പോൾ ടോട്ടൽ എന്താണ്? ആവറേജ് പഠിച്ചപ്പോൾ നമുക്കറിയാം ടോട്ടൽ എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു എണ്ണമാണ്. ഓക്കെ, അപ്പോൾ 212 ഇൻറ്റു 51 നമ്മൾ ചെയ്യുവാണ് ഇസ് ഈക്വൽ ടു 212 ഇൻറ്റു 51 നമ്മളിവിടെ ചെയ്ത് നോക്കുകയാണ്. 2, 1, 2, 2 10, ബാലൻസ് 1, 5, 1, 6, 2 10. ആഡ് ചെയ്യുമ്പോൾ 2, 1, 8, 0, 1. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 10,812. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 10,812 എന്ന് കിട്ടി. അതായത് സമ്മാണ്. അതാണല്ലോ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സമ്മാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സം അഥവാ തുക എന്ന് പറയുന്നത് 10,812 എന്ന് കിട്ടി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ളത് 51 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അവയുടെ മിഡിൽ ടൈം 212 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് പഠിച്ചപ്പോൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് മിഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് ആണ്. അതായത് ഈ തന്നിരിക്കുന്ന മിഡിൽ ടൈം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് ആവറേജിൻ്റെ ഫോർമുല വെച്ചിട്ട് നമുക്കറിയാലോ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? സമ്മ് ടോട്ടൽ ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കാണാമല്ലോ. ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് ഇൻറ്റു എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആവറേജ് എന്ന് പറയുന്നത് 212 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു എൻ എന്ന് പറയുന്നത് 51 ആണ്. രണ്ടും കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് മുൻപ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.